ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പോവാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും, അറിയില്ല, പോയി നോക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തോന്നായിരുന്നു, ലോക്ക് മൗണ്ട് അങ്ങനെ പറയുന്ന ഒരു ലേക്കുണ്ട്, അങ്ങോട്ട് പോവാണ്. അതാണ് ഫസ്റ്റ് ഐറ്റം ഫോർ ടുഡേ. അത് കഴിഞ്ഞ് എന്തോ ഹൈലാൻഡ്സ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കാം. ദാറ്റ്സ് എ പ്ലാൻ ഫോർ ടുഡേ ഗൈസ്. അപ്പോൾ അങ്ങനെ നമ്മൾ ലോക്ക് ലമോണ്ട് എത്തിയിരിക്കുകയാണ്. ലോക്ക് ലമൺ നമ്മളിനിയും ഈ ക്രൂസൊക്കെ കയറാനാണ് പദ്ധതി. ദാറ്റ്സ് ദ നെക്സ്റ്റ് പ്ലാൻ. ഇതാണ് ലോക്ക് ലമൺ. അവിടെ കാണുന്നതാണ് ബെൻ ലെമൺ, അതിൻ്റെ കറസ്പോണ്ടിങ് മല. സ്കോട്ട്ലൻഡിലെ ലേക്കിനാണ് ലോക്ക് എന്ന് പറയുന്നത്, മലയ്ക്ക് ബെൻ എന്ന് പറയും. സോ ലോക്ക് ലെമോണ്ട് ആൻഡ് ബെൻ ലെമോണ്ട്, ഇതാണ് ഗൈസ് ഇന്നത്തെ ഇപ്പോഴത്തെ ഐറ്റം. ഇതാണ് ലോക്ക് ലെമോണ്ട്. ഇനിയിപ്പം ക്രൂസിൽ കയറാൻ പോവാണ് ഗൈസ്. ഒരു കുഞ്ഞു മാൻഷൻ എന്ന് തോന്നുന്നു, അവിടെയാണ് നമ്മൾ വന്നിരുന്നത്. നമ്മൾ ലോക്ക്മണ്ടിലൂടെ ബോട്ട് ക്രൂസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്രോക്സിമേറ്റ്ലി 1 hour ക്രൂസാണെന്ന് തോന്നുന്നു. സോ ലെറ്റ്സ് സീ എങ്ങനെ ഉണ്ടെന്ന്. ഫ്രം ദ ലുക്സ് ഓഫ് ഇറ്റ്സ് നൈസ്. രണ്ട് സൈഡിലും മല എൻകൽഫ് ചെയ്തിരിക്കുകയാണ്. ലോക്ക് അല്ലെങ്കിൽ ലേക്ക് എക്സ്പ്രെറ്റി ലേക്ക് നല്ല വലുതാണ്. മൗണ്ടൻസ് ഇങ്ങനെ. There is a monster, he said. I can't even see a fish. ഗൈസ്, കുമിളിയിലുള്ള പോലെ ഒരു പെൻ സ്റ്റോക്ക് ഇവിടെ ഉണ്ട്. ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ലോവർ ഡെക്കിൽ വന്നിരിക്കുകയാണ്. ഇത് ഹാരി പോട്ടർ സീൻസിലൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലങ്ങളിലാണ് ഇതൊക്കെ. അങ്ങനെ നമ്മുടെ ക്രൂസ് എല്ലാം കഴിഞ്ഞു. കുറേ കാണുന്ന ലേക്കായിരുന്നു ക്രൂസ് നടന്നത്. അപ്പോൾ ഇവിടെ സ്കോട്ടിഷ് പൈപ്പർ എന്ന് പറയും, ഇവരുടെ ഒരു ട്രഡീഷണൽ സ്റ്റഫാണ്. അവരുടെ ആ ജേഴ്സിയൊക്കെ ഇട്ട്, ജേഴ്സി ആണോ ഡ്രസ് കോഡാണോ വട്ടവർ, അതും അതിൻ്റെ കൂട്ടത്തിൽ ആ പൈപ്സും ഉണ്ട്. അപ്പോൾ അതുമെല്ലാം ഇട്ട് പുള്ളി ഒരു മ്യൂസിക് പ്ലേ ചെയ്യുമായിരുന്നു. ബട്ട് ഐ കുഡൻറ്റ് ക്യാപ്ചർ ഇറ്റ് ബൈ ദ ടൈം വി റീച്ച് ഹിയർ ഫ്രം ദ ക്രൂസ്. ലെറ്റ്സ് സീ ഇഫ് ഹി ഡു ഇറ്റ് അഗെയിൻ. ഇതായിരുന്നു ഗൈസ് നമ്മളപ്പോഴേ കണ്ട മാൻഷൻ. ഗൈസ്, അപ്പോൾ നമ്മൾ ലോക്കൽ മൗണ്ടിൽ നിന്ന് ഇറങ്ങി നെപ്റ്റസ് സ്റ്റെയർകേസിലോട്ട് വന്നിരിക്കുകയാണ് ഗൈസ്.
അപ്പോൾ ഇതൊന്നുമില്ല, നമ്മുടെ ബോട്ട്ലെസ് ലോക്കും മാർഷ് ലോക്കും ഒക്കെ പറയുന്ന പോലെ അനദർ ബിഗ് ലോക്ക് സിമിലർ ടു പനാമ കനാൽ. അതാണ് നെപ്റ്റസ് സ്റ്റെയർകേസ്. കൂടുതൽ ലോക്കുകളുണ്ട്, മുകളിലോട്ടുണ്ട്. 7 or 8 ലോക്ക് അടുപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് നെപ്റ്റസ് ലേക്ക്. അതാണിത്. നെപ്റ്റസ് ലോക്ക്. വാട്ടർ വാട്ടർ ഓ വാട്ടർ വാട്ടർ നെപ്റ്റസ് ലോക്ക്. അപ്പോൾ ഇതാണ് നെപ്റ്റസ് സ്റ്റെയർകേസ്. ഇത് ഈ മൗണ്ടൻസിൻ്റെ എല്ലാം ഇടയിൽ തന്നെ ഉള്ളതാണ്. നമ്മുടെ ലോക്കിൻ്റെ സെയിം കൺസെപ്റ്റ്. അപ്പോൾ ഇനി ഇവിടുന്ന് ഷോർട്ട് ബ്രേക്ക് കഴിഞ്ഞ് നമ്മൾ നേരെ നെവിസ് റേഞ്ചിലോട്ട് പോകുന്നതായിരിക്കും. ഇത് നെവിസ് റേഞ്ചിൻ്റെ ഭാഗമാണ്, ബട്ട് സ്റ്റിൽ ഐ തിങ്ക് യു ഹാവ് ടു ക്ലൈംബ് അപ്പ്. അത് കഴിഞ്ഞ് അവിടെ ചെന്ന് എന്ത് ആക്ടിവിറ്റി ഉണ്ടെന്ന് നമുക്ക് നോക്കാൻ കഴിച്ചെന്ന്. യാ മൈക്കിൾ, വാട്ട് യു ഡൂയിങ്? മൈക്കിൾ മൈക്കിൾ എന്തോ ചെയ്യുക? വെള്ളത്തിൽ പോവും. അപ്പം നമ്മൾ ലഞ്ചെല്ലാം കഴിഞ്ഞു. നെവിസ് റേഞ്ചിൻ്റെ കേബിൾ കാറിന് പോവാണ് ഗൈസ്. മൈക്കിൾ, ആർ യു റെഡി? ടു ഗോ? ആണ് ടിക്കറ്റ് 2 ഉണ്ട്. കൊച്ചിന് ഫ്രീ ആണ്. ഈ മെഷീനിൽ സ്കാൻ ചെയ്യണം. RFID ഇത് സ്കാൻ ചെയ്ത് കഴിയുമ്പം നമുക്ക് ആ കേബിൾ കാറിലെ ഈച്ച് കാറിലും കയറാം. അതാണ് പദ്ധതി. നീ ആദ്യം കയറിക്കോ. എങ്ങോട്ട് ഗായ്സ്, അപ്പൊ നമ്മൾ നെവിസ് റേഞ്ചിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. നെവിസ് റേഞ്ച് മേളിലോട്ട്. മേളിൽ തണുപ്പാണോ ചൂടാണോ എന്നറിയില്ല. മഞ്ഞുണ്ട്, ഫോഗുണ്ട്. അപ്പൊ ഇതിങ്ങനെ മേളിലോട്ട് പോകുന്നു. മേളിൽ ചെന്ന് മലയുടെ മേളിൽ കയറണം ഗൈസ്. അപ്പൊ ഇവിടെ കേബിൾ കാർ സിമിലർ ടു സ്വിറ്റ്സർലൻഡിലെ ആൽപ്സിലുള്ള ഇതുപോലെ ഒരു സെയിം കേബിൾ കാർ എക്സ്പീരിയൻസ് ഉണ്ട് അവിടെ, ടുവേർഡ്സ് ദ ടോപ്പ് ഓഫ് ആൽപ്സ്. അതുപോലെ സെയിം സിമിലർ കൈൻഡ് ഓഫ് സ്റ്റഫാണ് ഇവിടെ നെവിസ് റേഞ്ച്. അപ്പോൾ അതിൻ്റെ സെയിം എക്സ്പീരിയൻസ് ആണ് ഇവിടെ. പിന്നെ നമ്മുടെ നാട്ടിൽ ജഡായു പാറയിലും ഇതുപോലത്തെ ചെറിയൊരു കേബിൾ കാർ എക്സ്പീരിയൻസ് ഉണ്ട്. ഇത്രയും ലോങ് അല്ല, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഓഫ് ദ സെയിം സ്റ്റഫ്. അതിൻ്റെ ഹില്ലിൻ്റെ മേളിലോട്ട് പോകാൻ വേണ്ടിയുള്ള ആ ജഡായുവിൻ്റെ സ്ട്രക്ചർ ഇരിക്കുന്ന അങ്ങോട്ട് പോകാൻ വേണ്ടി ഉള്ള കേബിൾ കാറാണ്. ഹലോ ഗായ്സ്, കാടിൻ്റെ ഉള്ളിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്നു. ഓ ഗായ്സ്, അടങ്ങിയിരിക്കും. പകുതി വഴിക്ക് നിന്ന് പോയി ഗായ്സ്. എനിക്കറിയില്ല എന്ത് സംഭവിച്ചത്. എല്ലാരും നിന്നോണ്ട് എനിക്ക് ടെൻഷൻ ഇല്ല. മിഡ് എയറിൽ നിൽക്കുകയാണ് ഗായ്സ്. എന്ത് സംഭവിക്കാം? മൈക്കിൾ അടങ്ങി. റീസ്റ്റാർട്ടായി. മൈക്കിൾ പേടിച്ചോ? മൈക്കിൾ വാട്ടർഫോൾ. അപ്പൊ ഇതാണ് മേളുഭാഗം. പക്ഷെ ഇറ്റ്സ് നോട്ട് റിയലി ദ ടോപ്പ്. അവിടാണ്. അത് കയറണമെങ്കിൽ
ഒരു ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് ചെയർ കാറുണ്ട്. ഐൽ ഓഫ് വൈറ്റ് നീഡിൽസ് ഉള്ള പോലത്തെ ചെയർ കാർ ഓൾ ദ വേ ടുവേർഡ്സ് ദ ടോപ്പ്. പക്ഷേ അത് നമ്മളിന്ന് പോകുന്നില്ല. ദാറ്റ്സ് നോട്ട് ഓപ്പറേഷണൽ. ഐ തിങ്ക് ഓപ്പറേഷൻ അല്ലെന്ന് തോന്നുന്നു. സോ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. അതും ഉണ്ടായിരുന്നെങ്കിൽ ഓൾ ദ വേ ടു ദ ടോപ്പ് എത്തിയേനെ, റേഞ്ചിൻ്റെ ടോപ്പ്. ദിസ് ഈസ് ദ ടോളസ്റ്റ് മൗണ്ടൻ റേഞ്ച് ഇൻ ഇംഗ്ലണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഐ ഡോണ്ട് നോ, 4000 feet ഓർ സോ. ഹിമാലയാസ് വെച്ച് നോക്കുമ്പോൾ ഇത് വെറും ചെറുത്. ഹിമാലയാസ് 12,000 feet ആണ്, ഇത് 4,000 ആണ്. സോ എനിവേസ് നമ്മൾ ഓൾ ദ വേ ടോപ്പ് അല്ലാത്തതുകൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് കോൾഡ് തോന്നുന്നില്ല. ഒരു ലോക്കലിനോട് ചോദിച്ചു, ഇവിടുത്തെ ലോക്കൽ സ്കോട്ടിഷ് ഗൈയോട് ചോദിച്ചപ്പം ആ പോകുന്നവരാണ് അപ്പനും മോനുമാണ്. അവർ ട്രെയിലിങ്ങിന് ഇറങ്ങിയതാണ്. അപ്പോൾ ഈ ട്രെയിൽ നടന്ന് ആ റേഞ്ചിൻ്റെ ടോപ്പിലോട്ടാണ് എത്തുക. സോ പുള്ളി പറയുന്നത് 1 or 2 hours വീണ്ടും ട്രക്ക് ചെയ്ത് മേളിൽ ചെല്ലാനുള്ള ദൂരം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. നമ്മളിങ്ങനെ കാണുമ്പോൾ അടുത്തായിട്ട് തോന്നുമെങ്കിലും ദാറ്റ്സ് എ റിയാലിറ്റി. അപ്പോൾ ആ ചെയർ കാറുകൾ ഓൺലി ഓപ്പറേറ്റ്സ് ഓൺ വിൻ്റർ സീസൺ അൺഫോർച്ചുനേറ്റ്ലി. അല്ലായിരുന്നെങ്കിൽ അതും ട്രൈ ചെയ്യായിരുന്നു. എനിവേസ് നമ്മൾ ഹാഫ് വേ ഡൗണേ ആയുള്ളൂ. ദിസ് ഈസ് ഓൾ വി ഗെറ്റ് ഡ്യൂറിങ് സമ്മർ സീസൺ. സമ്മർ സീസൺ ഇവിടം വരെ വരാൻ പറ്റുള്ളൂ. വിൻ്റർ സീസണിലാണ് ഐ ഡോണ്ട് നോ നടപ്പുകാരെ എൻകറേജ് ചെയ്യുമോയെന്ന് എനിക്കറിയില്ല. കാരണം ഇത് മുഴുവൻ മഞ്ഞ് മൂടി കിടക്കുമായിരിക്കും. അപ്പം നടത്തവും ട്രെയിലിങ്ങും വാക്കിങ്ങും ഒന്നും പറ്റിയില്ല, ട്രെക്കിങ്ങും ഒന്നും പറ്റിയില്ലായിരിക്കും. കൂടുതലും സ്കീയിങ്ങും സ്നോ ബോർഡിങ്ങും ഒക്കെ ആയിരിക്കും കൂടുതലും. ഐസ് മൗണ്ടനിൽ ട്രെക്കിംഗ് ഉണ്ടോ എനിക്കറിയില്ല കേട്ടോ, അറിയാമെങ്കിൽ പറയുക. ഐ ഡോണ്ട് നോ. എനിവേസ് ഈ ചെയർ കാർ ഉപയോഗിച്ചാണ് എല്ലാവരും സ്കീയിങ് ഒക്കെ ചെയ്യുന്നതെന്നാണ് പുള്ളി പറഞ്ഞത്. ഐ ഡോണ്ട് നോ ഹൗ, എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ബട്ട് അതാണ് പരിപാടി. അപ്പോൾ എനിവേസ് നമ്മൾ മേളിലോട്ട് പോകുന്നില്ല, അതിനുള്ള ടൈമില്ല. വി ഹാവ് ടു റഷ് ബാക്ക്. സോ ഗൈസ്, അപ്പോൾ ഇത് ഒരു വേൾഡ് കപ്പ് ഡൗൺ ഹിൽ എന്ന് പറയും. ഒഫീഷ്യൽ വേൾഡ് കപ്പ് ഡൗൺ ഹില്ലാണിത്. ഡിഫിക്കൽട്ടി ലെവൽ ഹൈ ആണ്. സോ ഇപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ, ഇത് ഓക്ലേ സ്പോൺസേർഡാണ്. സോ ഇതൊരു ബൈക്ക് ട്രാക്കും കൂടിയാണ്. അപ്പോൾ ഇവിടുന്ന് സൈക്കിള് ഇറക്കി ഓടിച്ചിറങ്ങണം, അതാണ് ട്രാക്ക്. അൺഫോർച്യുനേറ്റ്ലി എനിക്ക് ഒരു പുള്ളി ചെയ്തത് എടുക്കാൻ പറ്റിയില്ല. ഹോപ്പ്ഫുള്ളി വിൽ ബി ബാക്ക്. എനിവേസ് നൈസ്. ഇതൊരു ബൈക്ക് ട്രാക്കാണ്. സോ ദിസ് ഈസ് വെയർ ദ ബൈക്കേഴ്സ് സ്റ്റാൻഡ്. ഗൈസ്, അപ്പം ബൈക്ക് റൈഡേഴ്സൊക്കെ വന്നിട്ടുണ്ട്. ഹോപ്പ്ഫുള്ളി അവർ ഇതിൽ ചാടിക്കുകയാണ്, നമുക്ക് കാണാം. അഡ്രിനാലിൻ റഷ് ആയിരിക്കും അവർക്ക്. ഓ കീട്. ഗൈസ്, വൈകുന്നേരം ആയപ്പോഴത്തേനും മുഴുവൻ കോട ഇറങ്ങി, ഒന്നും കാണാൻ മേല. സോ നമുക്കിനി പയ്യെ താഴോട്ടിറങ്ങുന്നതാണ്. ടൈം ഇസ് അപ്പ്. സൈക്കിൾ റൈഡേഴ്സൊക്കെ ഇപ്പോഴും ചെല്ലുന്നുണ്ട്. ആ സ്പോട്ടിൽ നിന്ന് ചാടിച്ചുകൊണ്ട് പോകാനാന്ന് തോന്നുന്നു. ഗൈസ്, അപ്പം നേവിസ് റേഞ്ചിൻ്റെ മേളിലൊരു ബാറ്. അപ്പോൾ എന്തെങ്കിലും കുടിക്കാൻ കിട്ടുമോ നോക്കട്ടെ ഗൈസ്. ഗൈസ്, അവിടെ നിന്നായിരുന്നു അപ്പോഴേ സൈക്കിള് ഇറക്കിയത്. അവിടെ നിന്നാണ് ഡൗൺ ഹില്ല് പോകുന്നത്. ഇങ്ങനെ പോയി, ഇതാണ് ട്രാക്ക്, സൈക്കിൾ ട്രാക്ക് അല്ലെ ബൈക്ക് ട്രാക്ക്. ഇങ്ങനെ പോയി അങ്ങ് താഴെ വരെ ചെല്ലും.
അത് കഴിഞ്ഞ് ഈ കേബിൾ കാറിൽ തന്നെ സൈക്കിള് കയറ്റിക്കൊണ്ട് വന്ന് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ് പിള്ളേരുടെയൊക്കെ ഒരു വിനോദം അറൗണ്ട് ദിസ് പ്ലേസ്. ഇതുപോലെ വേറെ ട്രാക്കുകളുണ്ട് അപ്പുറത്ത്, നമുക്ക് അവിടെയും കാണാം ആൾക്കാർ സൈക്കിളായിട്ട് വേറെ ട്രാക്ക് പോയിന്റിലോട്ട് പോകുന്നത്. അവിടെ വേറെ എവിടെയോ ഉണ്ട്, അവിടെ നിന്നും സൈക്കിള് റൈഡ് ചെയ്ത് താഴോട്ടിറങ്ങുന്നവരുണ്ട് കാണാം. നമ്മൾ താഴോട്ട് പോവുകയാണ്. മേളത്തെ വ്യൂ എല്ലാം കഴിഞ്ഞു, അടുത്ത പരിപാടിയിലോട്ട് പോവാണ് ഗൈസ്. താഴോട്ട് ഇങ്ങനെ മേഘങ്ങളുടെ ഇടയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. മേഘങ്ങളില്ല, എന്നാലും താഴെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ മേഘങ്ങളായിട്ട് തോന്നുമല്ലോ. ശരിക്കും ഈ സൈക്കിളുകാരൊക്കെ പോയിട്ട് നീ ഇപ്പൊ എപ്പോ വരും? ആ ടൈമിങ്ങിനുള്ളിൽ വരണ്ടേ? അവരെല്ലാം ഇറങ്ങി പോകുന്നുണ്ടായിരുന്നല്ലോ. പോലെ വേണ്ടല്ലോ. ഞാൻ ഓർക്കുന്നത് അവരവിടെ എല്ലാം പോയിട്ട് പിന്നെ അവിടെ എവിടെയെങ്കിലും സ്പോട്ട് ചെയ്തിട്ട് പിന്നെയും കണ്ടോലെ. ഇല്ല, കണ്ടോ സൈക്കിൾ ഇറങ്ങുന്നുണ്ടോ മലയെന്ന് അടിയിച്ച്. പിന്നെ ട്രെയിലുണ്ട്, ട്രെയിൽ വഴി ഇറങ്ങി വരും ഗൈസ്. കുറച്ച് ഏറിയ കഴിഞ്ഞേ ഉള്ളൂ മരം. അത് നോട്ടീസ് ചെയ്തെന്ന് വെച്ചാല് മരമില്ലാത്ത ഭാഗത്തെല്ലാം മഞ്ഞ് വന്ന് മൂടും. പോയപ്പോഴായിരുന്നു അവര് ജസ്റ്റ് ശരിയാണല്ലോ, അവര് ഇങ്ങോട്ട് വരുമായിരുന്നു. അവരിപ്പോ ഇത്രയായി പൊള്ളി. അവരെ നമുക്ക് ട്രാക്ക് ചെയ്ത് പോവാം ഗൈസ്. ആഹാ, എനിക്ക് കണ്ടിട്ടൊരു പേടി വരുന്നു. മരമില്ലാത്ത ഭാഗത്തെല്ലാം മഞ്ഞ് വന്ന് മൂടും വിന്ററില്. ബാക്കിയുള്ളിടത്തൊക്കെയാണ് ഈ മരം നിൽക്കുന്നത്. സോ മഞ്ഞത്ത് ചേച്ചിലൂടെ വേറൊരു വൈബായിരിക്കും, സമ്മറിൽ വേറൊരു വൈബാണ്. അതാണ് എനിക്ക് മനസ്സിലായത് ഗൈസ്. ആ സൈക്കിൾ ചവിട്ടി പോയ പിള്ളേരല്ല, അപ്പനും മോനും ഇപ്പോൾ ഈ 2 ട്രെയിനിൽ ഏതെങ്കിലും ഒരെണ്ണത്ത് വരുമായിരിക്കും. ലെറ്റ്സ് സീ. 2 അല്ല 3 ട്രെയിലുണ്ട്. വണ്ടി നിന്നു ഗൈസ്. എനിവേസ്, സൈക്ലിങ്ങും ഈ ആക്ടിവിറ്റിയൊക്കെ ഈ സമ്മറിലേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം വിൻ്ററിൽ എനിക്ക് തോന്നുന്നത് സൈക്ലിങ് അലോ ചെയ്യില്ലായിരിക്കും. ബിക്കോസ് എല്ലാം മഞ്ഞിൽ വന്ന് മൂടി. ഇറ്റ് വുഡ് ബി ടു ഡേഞ്ചറസ് ഐ ഗസ്. അപ്പോൾ സ്കീയിങ്ങും സ്നോ ബോർഡിങ്ങും ഒക്കെ ഉണ്ടാവുള്ളൂ. അതായിരിക്കണം ഇവിടുത്തെ സ്പോർട്സിൻ്റെ സീസൺ. അങ്ങനെ നേവിസ് റേഞ്ച് കഴിഞ്ഞു. ഗൊണ്ടോളാസിലെല്ലാം കയറി മുകളിലൊക്കെ പോയി ബൈക്കേഴ്സ് ചാടിക്കുന്നത് ഓടിക്കുന്നതൊക്കെ കണ്ടു. ഇറ്റ് വാസ് എക്സൈറ്റിംഗ് അല്ലേ മിക്കൽ? അങ്ങനെ ഞങ്ങൾ താഴെ എത്തി. ഇനിയും അടുത്ത പരിപാടി എന്തുവാന്നുള്ളതിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്ഡേറ്റ് ഫ്രം ദ ടീമാണോ ടൂറുകാരാണോ വട്ടവർ, ഏതായാലും അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ഗൈസ്. അപ്പം ചെറിയൊരു വിസ്കി ടേസ്റ്റിംഗ് ഉണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഡിസ്റ്റിലറിയിൽ അവർ കൊണ്ടുപോയില്ല, ഇവിടെ വെച്ച് തന്നെ മാനേജ് ചെയ്തു. ബട്ട് സ്റ്റിൽ നല്ല പൊട്ടൻ്റ് ആയിട്ടുള്ള വിസ്കി ആയിരുന്നു. സീംസ് ടു ബി 48% ഓർ സോ. ആൻഡ് കമ്പനി നെയിം തന്നെ ബെന്നവിസ് എന്നാണ്. അപ്പം ഫോർട്ട് വില്യമിലുള്ള ഏക ഡിസ്റ്റിലറിയാണ് ബെന്നവിസ്. ആൻഡ് ദേ ക്ലെയിം ദാറ്റ് ബെന്നവിസിലെ വാട്ടർ ഉപയോഗിച്ചാണ് വിസ്കി അവരുണ്ടാക്കുന്നത് എന്നാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. ബട്ട് ടേസ്റ്റ് ചെയ്തിട്ട് ഇറ്റ്സ് എ ഗുഡ് വിസ്കി. We are heading to the coach and eventually going back to the hotel. നെവിസ് റേഞ്ച് കഴിഞ്ഞ് നമ്മൾ ഹെഡിങ് ബാക്ക് ഹോം. ഓൺ ദ വേ 1-2 ഫുഡ് സ്റ്റോപ്പുകളുണ്ട്. അതിൽ വൺ ഓഫ് ദി സ്റ്റോപ്പാണിത്, ഒരു വാർ മെമ്മോറിയൽ. ആസിനോ ഇവിടെ എവിടെ പോയാലും വാർ മെമ്മോറിയലുണ്ട്. സിമിലർ കൈൻഡ് ഒരു വാർ മെമ്മോറിയലാണിത്, ഓഫ് വേൾഡ് വാർ 2, സ്പെസിഫിക്കലി ഫോർ സോൾജേഴ്സ് ഫ്രം സ്കോട്ട്ലൻഡ്. അപ്പോൾ ദാറ്റ്സ്. പക്ഷേ നല്ലൊരു സ്പോട്ടിലാണ് ഇതിരിക്കുന്നത്. വി ഹാവ് എ പാനോരമിക് വ്യൂ ഓഫ് ബെന്നവിസ് അറൗണ്ട്.
which is nice. So we'll get back to the bus and അടുത്ത ഫിഷ് സ്റ്റോപ്പിലോട്ട് പോകുന്നതായിരിക്കും. ബൈക്കിൽ ഭ്രാന്ത് പിടിപ്പിച്ചപ്പം ടൂറിൻ്റെ കൂടെ ഉണ്ടായിരുന്നൊരു മോനിങ്ങനെ കളിപ്പിക്കുക അവന് ഒത്തിരി നേരം ബസ്സിലിരുന്ന് കഴിയുമ്പോൾ ഭ്രാന്ത് പിടിക്കാറുണ്ട്. സോ അപ്പം ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ജസ്റ്റ് അവനെ ഓടിക്കുക. ത്രീ സിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. whatever you see is called Three Sisters. 1, 2, 3. ഗൈസ്, അപ്പം ഇതാണ് ത്രീ സിസ്റ്റേഴ്സ്. പക്ഷെ ഇവിടെ നിൽക്കാൻ മേലെ എന്തോ ഒന്നും മനസ്സിലാകുന്നില്ല. എന്തോ തേങ്ങയാണ്, എന്തോ സം കൈൻഡ് ഓഫ് ഇൻസെക്റ്റ് ആണെന്ന് തോന്നുന്നു. പുറകെ കൂടിയിട്ടുണ്ട്. എല്ലാവരും തിരിച്ചു വിടുവാണ്. എവരിബഡി ഈസ് ഗോയിങ് ബാക്ക്. എന്തുവാന്ന് മാത്രം മനസ്സിലാവുന്നില്ല. ബട്ട് യാ, giant landscapes, giant mountains, panoramic view. Then this irritating bug. ഇതെന്തുവാന്ന് അറിയില്ല ഞാൻ. പാണ്ട കഴിഞ്ഞു. ഇനിയിപ്പം ഡിന്നറിന് പോവാണ്. ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് റാഫൽസ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ്. നമ്മളിങ്ങോട്ട് വരുവാണ് ഗൈസ്. ഹോപ്പ്ഫുള്ളി ഡിന്നറോടെ കഴിഞ്ഞ് വിൽ ബി ഈറ്റിംഗ് ബാക്ക് ഹോം. നല്ല റെസ്റ്റോറൻ്റാണ്. ഫുഡൊക്കെ ഉണ്ട്. മോസ്റ്റ്ലി ഇംഗ്ലീഷ് സ്റ്റഫൊക്കെയാണ്. പക്ഷെ എന്നാലും ഇന്ത്യൻ സ്റ്റഫ് ഇവർ കരുതിയിട്ടുണ്ട്. ഇറ്റ്സ് ഇസ് ഗുഡ്. ഔട്ട്ഡോർ ആസ് വെൽ. ഡിന്നർ വാസ് ഗുഡ്. ഇന്ത്യൻ ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ എല്ലാം സെറ്റിലിൻ ചെയ്ത് നമ്മൾ ഹോട്ടലിൽ വന്നു. പിന്നെ ഒന്ന് ഫ്രഷപ്പം ചെയ്തിട്ട് നമ്മൾ പുറത്തിറങ്ങി. ടൗണൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാവുന്നത്. ബട്ട് ഗ്ലാസ്ഗോ ഗോസ് ടു സ്ലീപ്പ് എയർലി ഇറ്റ് സീംസ്. അപ്പോൾ 9 മണിയൊക്കെ ആയപ്പോൾ തന്നെ എല്ലാം ഷട്ട് ഡൗൺ ചെയ്തു. പിന്നെ ഞങ്ങൾ ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്ത് തിരിച്ച് റൂമിൽ തന്നെ വന്നു. അപ്പോൾ ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനിയും എല്ലാവരും ഡിന്നറൊക്കെ കഴിഞ്ഞ് ഇനി ഉറക്കത്തിലോട്ട് പോവുകയാണ്. നമുക്കിനി ഉറങ്ങാം. അപ്പം അടുത്ത പരിപാടിയായിട്ട് നാളെ വരുമ്പോഴേക്കും ഗുഡ് നൈറ്റ്. ടേക്ക് കെയർ. ബൈ ബൈ ബൈ.